ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് സേമിയ പായസം. ചവ്വരി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മണിയായിട്ടാണ് ഉണ്ടാവുക. ഞാനിതൊരു 1/4 ഗ്ലാസോളം എടുത്താൽ മതി. കാരണം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് നല്ല കട്ടിയായി പോവും. അപ്പോൾ ഒരു 1/4 ഗ്ലാസോളം നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മളുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേമിയാണ്. ഞാനിവിടെ റോസ്റ്റഡ് സേമിയ എടുത്തിരിക്കുന്നത്. അതാണ് ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റോസ്റ്റഡ് അല്ലെങ്കിൽ കൂടി നമുക്ക് നെയ്യിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് റോസ്റ്റഡ് ആണെങ്കിൽ കൂടി ഞാൻ ഇവിടെ 1 മിനിറ്റോളം നമ്മൾ നെയ്യിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ള നല്ല വലിപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 100 ഗ്രാംസ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നേരം ഫ്രൈ ചെയ്യുന്നില്ല. 1 മിനിറ്റോളം ജസ്റ്റ് ആ ഒരു നെയ്യുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. സാധാരണ സേമിയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ കുറച്ച് നേരം ഇട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു കളർ ആവുന്ന വരെ നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് 1.5 ലിറ്ററോളം പാലുണ്ട്. ഇത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി ഈ പാലും കൂടി ഇത്തിരി വറ്റി വരുമ്പോഴാണ് നമുക്കിനി സേമിയൊക്കെ ചേർക്കേണ്ടത്. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഞാൻ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചവ്വരിയാണ്. ഇത്തിരി സൈസ് കൂടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചവ്വരി ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആകെ കൂടെ കട്ട പിടിക്കും. എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്കൊരു 10 മിനിറ്റോളം എടുത്തത് വേവാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചവ്വരി ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇരിക്കും നമ്മൾ ചവ്വരി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാം ചേർക്കണം എന്നില്ല. നമുക്ക് പായസം നമ്മൾ സേമിയ ചേർക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എത്ര ആവശ്യമുണ്ട്, അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ഇത് ആകെ കൂടെ മൊത്തം ചേർത്തിട്ടുണ്ടെങ്കിൽ പായസം നല്ല കട്ടിയായി പോവും. അപ്പോൾ നമ്മൾ പായസത്തിന് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ചാലും മതിയാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പാലൊക്കെ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇപ്പോൾ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ തിളയ്ക്കാറായിട്ടുണ്ട്. തിളയ്ക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിലിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ എപ്പോഴും ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 12 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതപ്പോൾ നമ്മളുടെ മധുരം അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പഞ്ചസാരയിൽ കിടന്ന് നമ്മുടെ പാലിങ്ങനെ വേവുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ആ പാലിന് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ പാല് കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ പാല് കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കുറച്ച് സമയം എടുക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റായി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാംസ് സേമിയ നേരത്തെ വറുത്തെടുത്ത സേമിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സേമിയയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പാല് തിളയ്ക്കേണ്ട ഒരു സമയം മാത്രമാണ് കുറച്ച് കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സേമിയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ആ ചവ്വരി ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ഒറ്റയടിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പായസം നല്ല കട്ടിയാവും. ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മളെ പായസം റെഡിയാവും. കാരണം സേമിയ ഫുള്ളായിട്ട് വേവാൻ നിൽക്കണ്ട, കൂടുതലായിട്ട് വേവാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പായസം കുറുകിപ്പോവും. അപ്പോൾ ആ ചൂടിൽ കിടന്ന് തന്നെ ബാക്കി വെന്തോളും നമ്മുടെ സേമിയ. ഇപ്പം നമ്മളുടെ സേമിയൊക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്കത് തീരുമാനിക്കാം എത്ര ചേർത്ത് കൊടുക്കണമെന്ന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ പായസം കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കാഷ്യൂനട്ട്സും റൈസിൻസ്, അതായത് ഉണക്കമുന്തിരിയും കശുവണ്ടിയും നമുക്ക് വറുത്തിടണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തന്നെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചവ്വരിയിട്ട് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്